വെൽക്കം ടു ക്രിസ് ആൻഡ് ഡയറി. അപ്പൊ നമ്മള് ഇന്ന് ക്രിസ്മസ് ട്രീ വെക്കാൻ പോവാണ് അല്ലേ? എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞെടുത്തേ? ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോകും. പിന്നെ എന്തൊക്കെ ചെയ്യും നമ്മള്? പിന്നെ നമ്മൾ സ്റ്റാർ വെക്കും. സ്റ്റാർ വെക്കും. പിന്നെ എന്താ ചെയ്യും? പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും അല്ലേ? പക്ഷെ ഇതിന്റെ സ്പെഷ്യൽ എന്താ? നമ്മുടെ ഹേസലുമായിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ്. ഐലൻഡിൽ വന്നതിന് ശേഷം ഹേസലിന്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണത്. ക്രിസ്മസ് അയർലൻഡ് ക്രിസ്മസ്. Are you excited? Yes. Yeah. അപ്പൊ എല്ലാവരും എൻജോയ്. നമുക്ക് തുടങ്ങാം അല്ലേ? ഇത് എവിടുന്ന് മേടിച്ചെന്ന് പറഞ്ഞോടത്തെ? ഓ, കുഞ്ഞിക്ക് അറിയില്ലല്ലോ അല്ലെ? ഞങ്ങള് കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ കുഞ്ഞി, കഴിഞ്ഞ വർഷം ഞങ്ങള് ട്രീ നമ്മള് ടെസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മേടിച്ച, കുഞ്ഞിക്ക് അറിയില്ല ഷോപ്പിംഗ് നമ്മൾ പോണ സ്ഥലം, അവിടെ നിന്ന് മേടിച്ച ട്രീ അത്. ഇത് 6 feet ഉണ്ട്, അറിയോ? 6 feet ഉള്ള ക്രിസ്മസ് ട്രീ ആണ്. കുഞ്ഞിയുടെ എത്ര ഹൈറ്റ് ഉണ്ട്? കുഞ്ഞിന്റെ ഹൈറ്റ് നോക്കി ഒത്തിരി ഹൈറ്റ് ഉണ്ട് കുഞ്ഞിക്ക്. ആയത് പണ്ടൊക്കെ നമ്മള് ക്രിസ്മസ് ട്രീ വെക്കാൻ വേണ്ടി നമ്മള് നല്ല മരം നോക്കി പോകും. ചിലപ്പോ ഏത് നമുക്ക് തൊഴിലിനടുത്ത് തോടുണ്ട്. അപ്പൊ തോടിന്റെ സൈഡിലൊക്കെ ചെറിയ മരങ്ങളുണ്ട്. ചെറിയ നല്ല ബ്രാഞ്ചസ് ഉണ്ടാവണം, കറക്റ്റ് ബ്രാഞ്ചസ് ഉണ്ടാവണം. ഇങ്ങനെ ബ്രാഞ്ച് ഉള്ള മരം നോക്കിയിട്ട് നമ്മള് വെട്ടുന്നത്. എന്നിട്ട് അത് നമ്മള് മണ്ണില് നാട്ടി വെക്കും. എന്നിട്ട് ഈ തോരണം എന്നൊക്കെ പറയും. തോരണം ഈ പെരുന്നാളിന് ഇങ്ങനെ തൂക്കിയിടുമല്ലേ, വർണ്ണക്കടലാസില് സ്ക്വയർ സ്ക്വയർ ആയിട്ട് തൂക്കിയിടുമല്ലേ, അതുപോലെ നമ്മള് ഈ പേപ്പറുകൾ കിട്ടില്ലേ, അതെല്ലാം ഇങ്ങനെ തൂക്കിയിടും. പിന്നെ ബലൂണ് തൂക്കിയിടും. പക്ഷെ പിറ്റേ ദിവസം ബലൂൺ എല്ലാം ചുങ്ങിപ്പോകും. എന്നിട്ട് പുതിയ ബലൂൺ ഇടണം. ഈ സംഭവം ഇതൊക്കെ എത്ര വർഷം വേണേലും നിൽക്കും. അതാണ് ഈ ക്രിസ്മസ് ട്രീയുടെ ഒക്കെ പ്രത്യേകത അല്ലെ കുഞ്ഞി? ഇപ്പൊ കുഞ്ഞിക്ക് അതൊക്കെ മിസ് ചെയ്യും. നാട്ടില് നമ്മളീ രീതിയിലുള്ളൊരു പുൽക്കൂട് ഉണ്ടാക്കുമ്പോ നമ്മള് ഈ ഇതുണ്ടല്ലോ, ഈന്തപ്പനയുടെ ഓലയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ മേഞ്ഞ് പിന്നെ വൈക്കോല് വെക്കും. പിന്നെ ഈ ഈറ്റയുണ്ട്, ഇല്ലീടെ അല്ല, ഈറ്റ ചെറിയ തണ്ടുള്ള സാധനം. നമ്മൾ ഈ തോടിന്റെ സൈഡിലൊക്കെ വെക്കും, മണ്ണ് ഒലിച്ചു പോയിരിക്കാൻ വേണ്ടി. ആ സാധനം ഇങ്ങനെ നല്ലോണം വളഞ്ഞു വരും. അത് വെച്ചിട്ട് ഇങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഈന്തയില വെച്ച്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഉണ്ണീശോപ്പുല്ല് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഉണ്ണീശോപ്പുല്ല് എന്ന് പറഞ്ഞൊരു സാധനം. ഉണ്ണീശോ എന്ന് പറഞ്ഞു കൊടുക്കും. ഉണ്ണീശോ എന്ന് പറഞ്ഞ ജീസസ് ആണ്, ബേബി ഇൻഫന്റ് ജീസസ്, ചെറുത്. അപ്പൊ ഈ ഉണ്ണീശോപ്പുല്ല് എന്ന് പറയുന്നത് നമ്മള് ഈ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ നമ്മൾ രാവിലെ ഇറങ്ങും. എന്നിട്ട് ഈ പറമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ ചെറിയ കച്ചി പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു തരം ഡ്രൈ ആയിട്ടുള്ള ഒരു തരം ചെടി ഇലയാ, ഗ്രാസ് പോലെ. അപ്പൊ അത് നമ്മളിങ്ങനെ പറിച്ച് കുറെ ഇത്രയും കട്ടിക്കുണ്ട്. എന്നിട്ട് നമ്മള് പുൽക്കൂട്ടിൽ ഇങ്ങനെ വിരിച്ചിടും. അപ്പൊ ഈ ഉണ്ണീശ ജനിച്ചത് എവിടെയാ? പുൽക്കൂട്ടിലാ. ഈ കൗവൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ, തൊഴുത്ത് എന്ന് പറയും. അപ്പൊ അവിടെ ഇങ്ങനെ ഈ പശുക്കൾക്ക് തിന്നാൻ വേണ്ടി കച്ചിയുണ്ട്. അങ്ങനെ സാധനം വെക്കാൻ വേണ്ടി അങ്ങനെ വെച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് വെക്കാം. ആദ്യം നമുക്ക് സ്റ്റാൻഡ് ഫിറ്റ് ആക്കണം അല്ലേ? സ്റ്റാൻഡ് ഫിറ്റ് ആക്കിക്കോ. സ്റ്റാൻഡ് ആണ് ഫിക്സ് ചെയ്യണം. പിന്നെ അടുത്തത് അതല്ല, അത് മോളിലത്തെ ഏറ്റവും മോളിലത്തെ ഇതാണ് നെക്സ്റ്റ്. കുഞ്ഞാണ് ഫിറ്റ് ചെയ്യാൻ പോണത്. അതെടുക്ക്, ബിഗ് വൺ എടുക്കണേ. അതെടുത്തിട്ട് അയ്യോ പൊങ്ങോ, കമോൺ കുഞ്ഞി, കമോൺ കുഞ്ഞി. ഓക്കെ, സെറ്റ്. ഇത് നമ്മള് ബ്രാഞ്ചസ് തട്ടി വിളിച്ചാലേ. ഇപ്പൊ നമ്മുടെ ബ്രാഞ്ചസ് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ സൈഡിൽ ചെയ്യാം കുഞ്ഞു, ആ സൈഡില്. അത് കഴിഞ്ഞ ക്രിസ്മസിന്റെ മുട്ട വെച്ചത് എടുത്ത് പറ്റിയില്ല, ഈസി ആയില്ല. അപ്പൊ കുഞ്ഞിക്ക് അപ്പൊ ഇങ്ങനെ വെക്കണം. എന്നാലും നമുക്ക് ഇങ്ങനെ ബെൽസും ബോൾസ് ഒക്കെ തൂക്കിയിടാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്യാം. കുഞ്ഞി തന്നെ ക്രിസ്മസ് ട്രീ ഇടാൻ പോകുന്നത്. ബ്രാഞ്ച് എടുത്തിട്ട് സ്ട്രൈറ്റ് ആക്കണം കേട്ടോ. സ്ട്രൈറ്റ് ആക്കി എത്ര ഹൈറ്റിന് മേളിലായത്? അയ്യോ, അതിനെക്കാട്ടിലും ബിഗ് ആണല്ലോ.
കുഞ്ഞിന്റെ ഡ്രസ്സിൽ എന്താ കുഞ്ഞി? ബൗബോ. എന്താ എഴുതിക്കണേ? ഹോ ഹോ ഹോ. അത് വിച്ചിന്റെ സൗണ്ട് അല്ലേ? ഞാൻ ക്യാമറ കൈമാറിയിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ക്രിസ്മസിന്റെ തുടക്കമൊക്കെ എപ്പോഴാണ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പണ്ഡിതയായ ശില്പ നമുക്ക് വേണ്ടി ക്രിസ്മസിന്റെ ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത് ഹാലോവീന്റെ മന്താണ്. അപ്പോ ഒക്ടോബറിൽ നമ്മൾ ട്രിക്ക് ഓർ ട്രീറ്റും, പിന്നെ ഈ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ്സ് ഓരോരോ വീടുകളിൽ നമ്മൾ പോയിട്ട് ഒരു ബക്കറ്റിൽ ചോക്ലേറ്റ്സ് ഒക്കെ പെറുക്കുന്നതാണ് ഈ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കും ട്രിക്ക് വേണം ട്രീറ്റ് വേണം. ഓക്കെ, അതൊക്കെയാണ് ഹാലോവീൻ. ഓക്കെ, അപ്പൊ ഹാലോവീൻ കഴിഞ്ഞ് ഒരു ഒക്ടോബർ 31 ആകുമ്പോൾ ഹാലോവീന്റെ എല്ലാ ഡെക്കറേഷനും വീടുകളിൽ നിന്ന് അവർ അഴിച്ചു മാറ്റും. എന്നിട്ട് കൃത്യം 12 മണിയാകുമ്പോൾ ഇവിടെ എല്ലാവരും ക്രിസ്മസ് എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന എല്ലാവരും ഒക്ടോബർ 31 രാത്രിയില് ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം പുറത്തെടുത്ത് ക്രിസ്മസിന്റെ എല്ലാ സാധനങ്ങളും, ട്രീ ആവട്ടെ, ബെൽസ് ആവട്ടെ, ലൈറ്റിങ്സ് ആവട്ടെ, എല്ലാം പുറത്തെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ യൂഷ്വലി ഡിസംബറിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാറ്. പക്ഷെ ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് നവംബറിൽ ചെയ്യണത് കൊണ്ട് തന്നെ നമ്മൾ ഈ നവംബറിൽ, അതും കുഞ്ഞിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു നവംബർ മിഡായി, അപ്പൊ നവംബറിൽ ഞങ്ങൾ ക്രിസ്മസ് ആദ്യമായിട്ട് ഇത്ര ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? കാരണം ഇവിടെ അങ്ങനെയാണ് അതിന്റെ ഒരു കൾച്ചർ. ട്രീ എവിടെ ഇൻസേർട്ട് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല. അതെവിടെയാ? കാണാനില്ല സത്യം പറഞ്ഞ. ഞാൻ കണ്ടില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഇപ്പൊ റെഡിയായി കുഞ്ഞി. ഇനി നമ്മള് കുഞ്ഞിങ്ങനെ ഓരോരോ ബ്രാഞ്ച് ഇങ്ങനെ സ്പ്രെഡ് ആക്കി, ഇങ്ങനെ സ്പ്രെഡ് ആക്ക്. ഒരു ക്രിസ്മസിന്റെ സോങ് ഒക്കെ പഠിക്കും. എനിക്ക് ഈ ക്രിസ്മസിന്റെ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഞങ്ങളുടെ ഡെക്കറേഷൻ മാത്രമല്ല കുഞ്ഞി, പണ്ടുണ്ടല്ലോ നമ്മള് പള്ളിയിൽ ഞങ്ങള് ഗായക സംഘം എന്ന് പറയും. അപ്പയും അമ്മയൊക്കെ പണ്ട് ഗായക സംഘം, ക്വയറില്ലേ, ക്വയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരാ. അപ്പൊ നമ്മളിങ്ങനെ ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ ഫുൾ പ്രാക്ടീസ് സെഷൻ ഒക്കെ ആയിരിക്കും. ക്രിസ്മസിന്റെ രാത്രി പാതിര കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ പാട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യും. ഇവിടെ ഒരു നല്ല ഗായകനാണ് ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നത്. ആ ഒരു പാട്ടൊക്കെ ഭയങ്കര ഫീൽ തന്നെയാണ് ക്രിസ്മസിന്റെ ഗാനങ്ങളില്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവേ രാപ്പാർത്തിരുന്നു രജപാലക ദേവഗാനം കേട്ടു ആമോദരായി. നമുക്ക് ഏഞ്ചലിനോട് ചോദിക്കണ്ടേ, ഏഞ്ചലിന് ഇത്ര ട്രീ ഇഷ്ടമായോന്ന്? എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഏഞ്ചലിനെ വിളിക്കാം. എന്താ ഇവിടെ നടക്കുന്നേ? ക്രിസ്മസ് ട്രീയോ? ഓ വാവ്, ഇത് ഹേസലിന്റെ ക്രിസ്മസ് ട്രീ ആണോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാനൊന്ന് പറന്ന് കാണട്ടെ. ബ്യൂട്ടിഫുൾ. ഇത് നീ ഉണ്ടാക്കിയതാണോ ഹേസൽ? നിങ്ങളിത് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ എന്നാ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഗുഡ് ലക്ക് ഹേസൽ. ഇതാണ് നമ്മുടെ മെയിൻ ഡെക്കറേഷൻ. 100 ഹാങ്ങിങ് ഡെക്കറേഷൻസ് ആണ് ഉള്ളത്, റെഡ് ആൻഡ് ഗോൾഡ് ഷെയ്ഡില്. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ടെസ്കോന്നാണ് മേടിച്ചത്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. അതിനകത്ത് കുറെ ടൈപ്പ് സാധനങ്ങളുണ്ട്. ബോൾസ് ഉണ്ട്, ഗ്ലിറ്ററുള്ള ബോൾസ് ടൈപ്പ് ഉണ്ട്, പിന്നെ സ്റ്റാർസ് ഉണ്ട്, പലതരത്തിലുള്ള സ്റ്റാർസ്, ലൈക്ക് പലതരത്തിലുള്ള സ്റ്റാർസ്, പിന്നെ ഒരു ക്രിസ്മസ് ട്രീ പോലെ, പിന്നെ അങ്ങനെ പല ഡെക്കറേഷൻസ് അടങ്ങിയ ഒരു കിറ്റാണ്. നല്ലൊരു അടിപൊളി സാധനമാണ്. എനിക്ക് തോന്നുന്നു കോസ്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഒരു 12 euro ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ ഡെക്കറേഷൻ. പിന്നെ നമുക്കൊരു സ്റ്റാർ ഉണ്ടാവും, പിന്നെ കുറച്ച് അഡീഷണൽ കുഞ്ഞു ഒരു പ്രോപ്സ്. നമുക്ക് ഒത്തിരി ഡെക്കറേഷൻ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം അല്ലേ? കിട്ടും കുഞ്ഞിട്ട് തുടങ്ങിക്കോ. സ്പ്രെഡ് ആക്കിയിടണം കേട്ടോ, ഒരു സ്ഥലത്ത് ഇടാൻ പാടില്ല. മിക്സ് ആക്കി ഇടണം. അതെന്താന്ന് അമ്മയ്ക്കും അറിയില്ല, ജസ്റ്റ് ഒരു ഡെക്കറേഷൻ. നമുക്ക് ആദ്യം റെഡ് ഇടാം. ഓ ക്യൂട്ടിപ്പായി ആഞ്ഞോ. ക്രിസ്മസ് ആരുടെ ബർത്ത്ഡേയാ? ജീസസിന്റെ ബർത്ത്ഡേ.
അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ എന്താ എന്റെ ബർത്ത്ഡേ. ആണോ കുഞ്ഞു ന്യൂ ഇയർ ഗേൾ അല്ലേ? അപ്പൊ ഞാൻ 4 ഒരുമിച്ചെടുക്കും. ക്രിസ്മസ് ട്രീ ഫുള്ള് ഡെക്കറേഷൻ കൊണ്ട് നിറയണം, എന്നാലും അതിന്റെ ഒരു ഭംഗി അല്ലെ? അതെ. അപ്പൊ ഇല ഒന്നും കാണാത്ത പോലെ ഇങ്ങനെ ഫുള്ളാണ്, അത്രയൊന്നും ഇല്ല, എന്നാലും കുറെ ഉണ്ട്. ഇട്ട് കഴിയുമ്പോ അതിന്റെ ഭംഗി അറിയാം. ആദ്യം ലൈറ്റ് ഇടാൻ പോകുന്നു, കറക്കി അങ്ങ് ഇടാൻ പോവാണ് അല്ലേ ഹേസൽ? Are you enjoying, Kunyi? Yes. I love you. You love me. We are happy family. And a big hug. And a kiss on one in you. Christmas diary for you. With a big great hug and a kiss from me to you. Won't you say you? Love me too. ഇതൊക്കെ ഓരോ ഞങ്ങളുടെ ക്രിയേറ്റീവ് കോർണറാണ്. വീണ്ടും തലയിടിച്ചു. ഈ തലയിടിക്കലാണ് ഞങ്ങളുടെ ഒരു ഹാബിറ്റ്. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ തലയിടിക്കുന്നത് കുഞ്ഞിയുടെ. ഓർമ്മയുണ്ടോ? അയ്യോ ക്രിസ്ത്യൻ മാത്യു ആണോ? തെറ്റ് പറഞ്ഞല്ലോ. അപ്പൊ അമ്മയുടെ പേരെന്താ പറഞ്ഞു പോയോ? ആ അപ്പൊ ഓർമ്മയുണ്ട്, ഭാഗ്യം. ഇതാണ് കുഞ്ഞിയുടെ ലേറ്റസ്റ്റ് പിക്ചർ. ഇതൊന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതാണോ കുഞ്ഞിയുടെ മുടി അതുപോലെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, കണ്ടു കറക്റ്റ് മുടി ആയിട്ടില്ലേ? ഹൈ ജമ്പ് ചെയ്താ അല്ലേ? ഹൈ ജമ്പ് ചെയ്ത പിക്ചർ. ഇത് റെയിൻബോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതാണ് കുഞ്ഞിയുടെ ക്രിയേറ്റിവിറ്റി. ബൈ ബൈ. ആരാ ഏറ്റവും കൂടുതൽ ഹാങ് ചെയ്ത ആരാ? അപ്പയാണോ അപ്പയാണോ അതെ ആണോ കുഞ്ഞാണോ ഏറ്റവും കൂടുതൽ? അപ്പൊ നമ്മള് വാർക്ക പൂർത്തിയാക്കാൻ പോവുകയാണ്. അതെ, നമ്മുടെ ക്രിസ്മസ് ട്രഡീഷൻ ആണ്. വീടിന്റെ മുകളിൽ സ്റ്റാർ വെക്കാൻ പോയാണ് കുഞ്ഞു ഫേസ്. അതേടി സൗന്ദര്യം നോക്കിയ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ നമ്മളിത് വെക്കുന്നത് ഇതിന്റെ ഒരു റിഫ്ലക്ഷനിന്റെ പുറകിൽ കിട്ടുമ്പോ നിറച്ച് ലൈറ്റും ഡെക്കറേഷനൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യും. അവിടെ നോക്കുമ്പോ നമുക്കൊരു ചെറിയ റിഫ്ലക്ഷൻ വരും. തല കിറക്കുന്ന പോലെ ഉണ്ട് വീഡിയോ കണ്ടിട്ട്. ഓ ഹേസൽ, നമ്മൾ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? നമുക്ക് നമ്മുടെ ഏഞ്ചലിനെ വിളിക്കണ്ടേ? വിളിക്കേ, ഏഞ്ചലിനെ വിളിക്കേ. ഹായ് ഹേസൽ, ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഒക്കെ എവിടം വരെ ആയി? ഇത്ര വരെയായോ? ഓ വാവ്, നല്ല രസമുണ്ടല്ലോ. ഇത് ആരാ ഡെക്കറേറ്റ് ചെയ്തത്? ഓ ഹേസലും അപ്പയും അമ്മയാണോ? വാ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഞാൻ ഇന്ന് രാത്രി ഈ ട്രീയിൽ ഉറങ്ങിക്കോട്ടെ? ഓ താങ്ക് യു ഹേസൽ. ഇനി എന്താ അടുത്ത പരിപാടി? പിന്നെ നമ്മൾ റെയിൻഡിയർ വെക്കാൻ പോകും. ആണോ? എന്നാ നിങ്ങൾ റെയിൻഡിയർ വെച്ച് കഴിയുമ്പോ ഞാൻ വരാം കേട്ടോ. ബൈ. സാന്റാക്ലോസ് എവിടെ താമസിക്കുക? സാന്റ വില്ലേജ്. അവിടെയാണ് ഈ റുഡോൾഫ് ഒക്കെ ഉള്ളത് അല്ലേ? റുഡോൾഫ് അവിടെ നിന്നാണ് നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുവരാ. എങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞേ? സാന്റാക്ലോസ് മേക്ക് ചെയ്യും. എന്നിട്ട് എങ്ങനെ കൊണ്ടുവരാ? ഇവിടേക്ക് എങ്ങനെ തരും? കുഞ്ഞിക്ക് എങ്ങനെ തരാൻ പോണത് സാന്റാക്ലോസ്? സ്ലേയില് വന്നിട്ട് എനിക്ക് ചിമ്മിയിൽ തരും. ചിമ്മിനി കൂടെ വരുമോ സാന്റാക്ലോസ്? കുഞ്ഞു ഉറങ്ങുമ്പോഴാണോ വരിക? ഉറങ്ങുമ്പോ മേക്കപ്പ് ചെയ്യുമ്പോ സാന്റാക്ലോസ് കാണും. ആണോ? അപ്പൊ ഗിഫ്റ്റ് കിട്ടുവോ? റെയിൻഡിയർ. ഈ റെയിൻഡിയർ ആരുടെ റെയിൻഡിയർ ആണാവോ? സാന്റാക്ലോസിന്റെ റെയിൻഡിയർ അല്ലെ? സൗത്ത് പോളിലാണോ നോർത്ത് പോളിലാണോ? സാന്റാക്ലോസിന്റെ വേൾഡിലാട്ടോ അപ്പ. നോർത്ത് പോൾ. ഇവിടെ നമുക്ക് നമ്മുടെ റുഡോൾഫിനെ സെറ്റ് ചെയ്യാം. റുഡോൾഫ് the red-nosed reindeer had a very shiny nose, and if you ever saw it, you would even say it close. Yay! Then one foggy Christmas Eve, Santa came to say, Rudolph, with your nose so bright, won't you glide my sleigh tonight? ഇതാണ് നമ്മുടെ റുഡോൾഫ്.
നമ്മള് റെയിൻഡിയറിനെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയില്ലേ, നമുക്ക് ഏഞ്ചലിനെ വിളിക്കണ്ടേ? ഏഞ്ചലിനെ നമുക്ക് നമ്മുടെ റെഡ് നോസ് റുഡോൾഫിനെ കാണിക്കണ്ടേ? ഏഞ്ചൽ കുറെ ആയിട്ടും കണ്ടോ, 1 വർഷം ആയിട്ടില്ലേ, കഴിഞ്ഞ ക്രിസ്മസിനല്ലേ കണ്ടേ? നമുക്ക് വിളിക്കാലോ ഏഞ്ചലിനെ. Angel, please come. Hello, Hazel. Hello. Look over there. This is Rudolph. Oh, my son is Rudolph. Hello, how are you? That's nice. Thank you, Hazel. Do you like it? Yeah. Okay, so let me go. What's your next plan? To put balloons. Balloons. Okay, let's go. I'll come back. Bye. Bye bye. അങ്ങനെ നമ്മൾ റെഡ് ബലൂൺ, റെഡ് കംപ്ലീറ്റ് റെഡ് ആണ് അല്ലേ? Red balloon. My red balloon. Flying in the air. Fly high, fly high, fly high. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വൈറ്റ് ബലൂൺ, Red balloon. പിന്നെ റെഡ് ബലൂൺ. Shay. അതും കൂടി കഴിഞ്ഞു. Angel, I got a surprise for you. What's a surprise, Hazel? Look. I like it. Did you like it, Angel? Oh, that's Christmas tree. Wow, oh, that's Santa. I can see a reindeer as well. Ooh, that's so beautiful. And this Christmas Sleigh? Sleigh, sleigh and train. Oh. Christmas train, And the reindeer. reindeer, And a chimney. chimney. Oh, I really liked it, Hazel. Bye bye. Thank you so much for your surprise. Mwah. Bye, Hazel. Welcome back. കുഞ്ഞി, Where is your Santa Claus? ഗ്ലോബ് എവിടെ? സാന്റയുടെ ഗ്ലോബ് എവിടെ കുഞ്ഞി? സാന്റ ഗ്ലോബ് ഗ്ലിറ്ററി അല്ലേ, നല്ല സ്പാർക്ലി ഷൈനി ഗ്ലിറ്ററി. ഇസ ബേബിക്ക് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇത്രയും ഡെക്കറേറ്റ് ചെയ്തില്ലേ, നമ്മുടെ ക്രിസ്മസ് ട്രീ വെച്ചു. ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ആരാ സ്റ്റാർ വെച്ചത്? Nine. പിന്നെ നമ്മൾ ഡെക്കറേഷൻ ആരാ ചെയ്തത്? Nine up Ammi. അമ്മയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? ക്രിസ്മസ് ട്രീ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ സെറ്റ് ചെയ്തേ? റുഡോൾഫ് റെഡ് നോസിനെ വെച്ചു അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തേ? ഈ സാന്റ ഹൗസിനെ വെച്ചു. പിന്നെ ബലൂൺ നമ്മൾ വെച്ചില്ലേ, റെഡ് ആൻഡ് വൈറ്റ് ബലൂൺസ് വെച്ചു അല്ലേ? 1, 2. ഓ, ബലൂൺസ് ഒക്കെ വെച്ചു. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്ലോബ് വെച്ചു. ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡെക്കറേഷൻ ഏതാ കുഞ്ഞിക്ക്? This. അതാണോ ഏറ്റവും ഇഷ്ടം? ഏതാ? സാന്റ ഹൗസ് ആണോ? അതെന്ത് കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടമാവാൻ കാരണം എന്താ? Light ഉണ്ട്, ഈ സാധനമുണ്ട്. ഈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണതുണ്ട് അല്ലേ? സ്ലേ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ട്രെയിൻ ഉണ്ട്, ബ്യൂട്ടിഫുൾ ഹൗസ് ചിമ്മിനി ഉണ്ട്. അത് കൂടെ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടാം അല്ലേ? ഓ വാവ്, ഇങ്ങനെ സാന്റ വന്നിട്ട് ചിമ്മിനിക്ക് ഒരു ജമ്പ് ചെയ്തിട്ട് ഓ ഗിഫ്റ്റ് കൊണ്ടുവരും. ഓക്കെ, പിന്നെ നമ്മൾ വേക്കപ്പ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യും. ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. ആർ യു എക്സൈറ്റഡ്? Yes. ഇത് ഇവരോട് പറഞ്ഞേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞേ, ഇത് നമ്മുടെ ആദ്യത്തെ ഇത് നമ്മുടെ ആളത്തെ ക്രിസ്മസ്. ക്രിസ്മസ്. എവിടെയാ ആദ്യത്തെ? ആളത്തെ ക്രിസ്മസ്. സ്ഥലം എവിടെയാ? ആളത്തെ ക്രിസ്മസ് എന്റെ വീട്ടില്. വീട്ടിൽ. ഇത് എവിടെയാ? ഈ കൺട്രിയുടെ പേരെന്താ? അയർലൻഡ്. അപ്പൊ ഇസ് ബേബിയുടെ അയർലൻഡിലെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് അല്ലേ? അങ്ങനെ നമ്മൾ വീടിന്റെ ഉള്ളിൽ തന്നെ സ്റ്റാർ ഇടാൻ പോവാണ്. ഈ ഒരു സംഭവം മൂരിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മുടെ സ്റ്റാർ ഇടും. കുഞ്ഞി അപ്പ വീഴാണ്ടിരിക്കാൻ വേണ്ടിട്ട് പിടിച്ചേക്കാണ്. അത്രയും കെയറിങ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഞങ്ങൾക്ക് ഉള്ളത്. നമ്മളിവിടെ നമ്മുടെ സ്റ്റാർ വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റാർ. ലൈറ്റ് നമ്മളിവിടെ ഓൺ ആക്കിയാ ലൈറ്റ് വരും. അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. അപ്പൊ നമ്മളെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം നമ്മുടെ ട്രീ ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹേസൽമോളും അന്നമോളും ഞാനും കൂടി സൂപ്പർ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിംഗ് ഉണ്ടായിരുന്ന ഇടയ്ക്ക് നമ്മുടെ ഹേസലിന്റെ ഫ്രണ്ടാണ് ഏഞ്ചൽ. വിളിച്ചാലോ വരലോട്ടോ ഏഞ്ചൽ, ഞങ്ങളൊന്നും വിളിച്ചാൽ വരില്ല. പിന്നെ നമ്മുടെ റെയിൻഡിയർ റുഡോൾഫ് ഉണ്ടായിരുന്നു. അത് കുഞ്ഞിയുടെ ഫേവറേറ്റ് ആണ് അല്ലെ കുഞ്ഞി? പിന്നെ നമ്മുടെ സാന്റ വില്ലേജ് ഉണ്ട്. സാന്റ വില്ലേജിലെ സാന്റ ഹൗസ് അതാണ് കുഞ്ഞിയുടെ ഫേവറേറ്റ്.
അതും ഏഞ്ചലിനെ കാണിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ബലൂൺ വെച്ചു, നമ്മൾ സ്റ്റാർ ഇട്ടു. എല്ലാത്തിനും നമ്മുടെ ഏഞ്ചൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഏഞ്ചലിനെ വിളിക്കണ്ടേ? എല്ലാത്തിനും നമുക്ക് ബൈ പറയാം. ഏഞ്ചലിനെ വിളിച്ചാലോ? കുഞ്ഞു വിളിച്ചാലോ? Angel. How are you? Good. I saw your star. I was singing around the star. Ow. Yeah, I just came to say bye to everyone. Bye. I really like your decoration, so let's say How about bye, my friends. dress? How about your dress? Oh, I really like the puppy. Is that your friend? Yeah. Oh, that's so beautiful. That's over here. You are Are you really excited naughty. for Christmas? Yeah. ഏഞ്ചലോട് പറ. I'm excited for Me too. I am also excited for the Christmas. Everybody is excited. Even Rudolph is excited. I'm waiting to see Santa Claus as well. Me too. Me too. Are you? Yeah, ഞാനും excited ആണ്. Yeah, everybody is excited. So let's say bye from Chris Diary.